ഹലോ എല്ലാവർക്കും വേൾഡ് ഓഫ് മീനൂസിലേക്ക് സ്വാഗതം. ഒരുപാട് ഗുണങ്ങളുള്ള നല്ല ഹെൽത്തി റെസിപ്പിയാണ് ഇത്. ചേട്ടൻ മൂന്നാർക്ക് പോയി വന്നപ്പോൾ കുറച്ച് ക്യാരറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇല കിട്ടുമ്പോൾ ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ ഒരു തോരൻ വെക്കാറുണ്ട് കേട്ടോ. ക്യാരറ്റിൻ്റെ ഇലയൊക്കെ കിട്ടുമ്പോൾ കളയരുതിട്ട്, തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റ് ഉള്ളതാണ്. തോരൻ വെക്കാൻ ആവശ്യമുള്ളത് മുട്ട, ക്യാരറ്റ്, ചീര, ക്യാരറ്റിൻ്റെ ഇല. ഇനി തോരനിലേക്ക് കൂട്ടിച്ചേർക്കാനായിട്ട് കുറച്ച് തേങ്ങ, കുറച്ച് ചുവന്നുള്ളി, ആവശ്യമുള്ളത്ര പച്ചമുളക്, വെളുത്തുള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇനി ഒരു 2 നുള്ള് നല്ല ജീരകവും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് അരച്ചെടുക്കാം. ഇനി ഇവിടെ നമുക്ക് വേണ്ട എല്ലാ ചേരുവകളും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടി കഴിയുമ്പോഴേക്കും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങക്കൂട്ടും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുട്ടികൾക്ക് കൊടുക്കണോണ്ട് തന്നെ ഞാൻ ഇതിനകത്ത് കുറച്ച് മുളക് ഇട്ടിട്ടുള്ളൂ കേട്ടോ. അവർക്ക് എരിവ് അധികം ഇഷ്ടമല്ല. അപ്പോൾ ആവശ്യത്തിന് നമുക്ക് എരിവിനനുസരിച്ച് മുളക് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഒരു താറാമുട്ടേന അതാണ് ചേർത്ത് കൊടുത്താക്കുന്നത്. അപ്പോൾ അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എൻ്റെ മക്കൾക്ക് ചീരയൊക്കെ ചുമ്മാ തോരൻ വെച്ച് കൊടുത്താലൊന്നും കഴിക്കത്തില്ല. ഇങ്ങനെയൊക്കെ വെജിറ്റബിൾസൊക്കെ മിക്സ് ചെയ്ത് മുട്ടയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. വെജിറ്റബിൾസൊക്കെ ഒട്ടും കഴിക്കാത്ത കുട്ടികളാണ് ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യും. മുട്ട നന്നായിട്ട് മിക്സായി വരുമ്പോൾ നമുക്ക് ക്യാരറ്റിൻ്റെ ഇലയും ചീരയൊക്കെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റിൻ്റെ ഇല എനിക്കിപ്പോൾ കിട്ടിയോണ്ട് ഞാൻ ഇട്ടതാണ്. അത് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ക്യാരറ്റിൻ്റെ ഇല കിട്ടിയതിൽ തന്നെ ഇത് നമ്മൾ ഉണ്ടാക്കിയെടുത്തതല്ലല്ലോ. അപ്പോൾ ഒത്തിരി ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് ചെറു ചൂടുവെള്ളത്തിലിട്ട് നല്ലോണം കഴുകി എടുത്തിട്ട് ഉപയോഗിക്കാം. ഇതിലേക്ക് അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ ക്യാരറ്റ് ആണെങ്കിൽ പോലും ഇത്തിരി ചീകിയൊക്കെ ഇട്ടുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ക്യാരറ്റ് കിട്ടിയാൽ പോലും നമുക്ക് ഈ ക്യാരറ്റും മുട്ടയും കൂടിയൊക്കെ മിക്സ് ചെയ്തൊക്കെ പിള്ളേർക്കൊക്കെ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇത് നന്നായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞ ശേഷം മാത്രം ലാസ്റ്റ് ഇത്തിരി കുരുമുളക് പൊടിയും ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല അടിപൊളി ഹെൽത്തി റെസിപ്പിയാണിത്. ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.